ഹായ് ഓൾ, ഇറ്റ്സ് മീ വൈശ വിജയ് ഫ്രം മണി ഹാക്കർ. ഈ വീഡിയോയിൽ ഞാൻ ഇൻട്രാഡേ ട്രേഡിംഗ്, അതായത് ഷെയർ മാർക്കറ്റിലെ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് തന്നെ ഞാൻ ഇൻട്രാഡേ എന്നതിൻ്റെ ഡെഫിനിഷനാണ് കാണിച്ചു തന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻട്രാഡേ, വാട്ട് ഈസ് ഇൻട്രാഡേ? ഇൻട്രാഡേ ഈസ് അനദർ വേ ഓഫ് സെയിങ് വിത്തിൻ ദ ഡേ. അതായത് ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നടത്തുന്ന നമ്മൾ ട്രേഡിങ്ങിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. അതായത് വിത്തിൻ വൺ ഡേ, ഒരു ദിവസത്തെ, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്, അതായത് 9:30 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 3:30 ക്ലോസ് ചെയ്യുന്ന ആ പീരീഡ്, ബിറ്റ്വീൻ ദാറ്റ് പീരീഡ്, ആ പീരീഡിനുള്ളിൽ നടത്തുന്ന ട്രേഡിങ്ങിനാണ് നമ്മൾ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ ഇൻട്രാഡേ ട്രേഡിംഗ്, ഓക്കെ, നമുക്ക് ഇതിൽ നോക്കാം. ഇൻട്രാഡേ പ്രൈസ് മൂവ്മെന്റ്സ് ആർ പർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ് ടു ഷോർട്ട് ടേം ട്രേഡേഴ്സ് ലുക്കിംഗ് ടു മേക്ക് മണി. അതായത് ഇൻട്രാഡേ ട്രേഡേഴ്സിന്, ഷോർട്ട് ടേം ട്രേഡേഴ്സിനെ ഉദ്ദേശിച്ചുള്ളൊരു ട്രേഡിങ്ങിൻ്റെ ഒരു രീതിയാണ്. അതായത് നമ്മൾ ചില ക്യാഷിൽ ട്രേഡ് ചെയ്യുന്നതാണെങ്കിൽ കുറേ കാലത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് ചിലപ്പോൾ 1 മാസമാവാം, 2 മാസമാവാം, മേ ബി 1 ഇയർ വരെ ആകാം. പക്ഷേ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ആ ഒരു ദിവസത്തെ പീരീഡിനുള്ളിൽ നമ്മൾ ഈ ഷെയർ നമ്മൾ മേടിക്കും, ആ ദിവസം എൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വിറ്റിരിക്കും. അതാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇൻട്രാഡേയിലുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വെറും ഒരു 10,000 റുപ്പീസ് മാത്രമാണ് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ബ്രോക്കറിൻ്റെ കയ്യിൽ നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്ന സമയത്തോ അതിനുശേഷം നിങ്ങൾ 10,000 റുപ്പീസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ഇട്ട എമൗണ്ടിൻ്റെ 10 മൾട്ടിപ്പിൾ, അതായത് 10,000 ഇട്ടുണ്ടെങ്കിൽ 1 lakh രൂപയുടെ വരെ ഷെയർ അറ്റ് എ ടൈം നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ മേടിക്കാൻ സാധിക്കുന്നതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. പിന്നുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നിങ്ങളുടെ ബ്രോക്കേഴ്സിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് വെറും 0.3% ആണ്. അല്ല, ഇൻ കേസ് ക്യാഷിലും BTSലും ആ കമ്മീഷൻ എന്ന് പറയുന്നത് 0.3% കമ്മീഷനാണ് BTSൽ ആൻഡ് ക്യാഷിൽ. ആൻഡ് ഇൻട്രാഡേയിൽ 0.03, അതായത് 0.03% ആണ് ഇൻട്രാഡേയിൽ. ക്യാഷിലും BTSലുമാണ് 0.3% കമ്മീഷൻ. അതായത് 1,00,000 രൂപക്ക് വെറും 30 രൂപയാണ് കമ്മീഷനായിട്ട് പോകുന്നത്. ഇത് ക്യാഷിലാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 300 രൂപയാണ്. അപ്പം കമ്മീഷൻ്റെ കാര്യത്തിലും ഇൻട്രാഡേ ട്രേഡിംഗ് വളരെ ലാഭകരമാണ്. പിന്നിലൊരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ടൈം കുറവാണ്. അതായത് ആ വിത്തിൻ ദാറ്റ് പീരീഡ് നമ്മൾ ഈ ഷെയർ വിൽക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ടൈം കുറവാണ്. അതായത് മാക്സിമം സേഫായിട്ട് ട്രേഡ് ചെയ്യേണ്ട, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആ ഷെയറിനെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഷെയറിൽ നഷ്ടം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിലെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രാഡേ ചെറിയൊരു പ്രൈസ് ചേഞ്ച്, അതായത് ഒരു 10 പൈസ, ഒരു 20 പൈസ, ചെറിയൊരു പ്രൈസ് ചേഞ്ചിൽ നമുക്ക് വലിയൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ഇൻട്രാഡേ ട്രേഡിങ്. അതായത് കമ്മീഷൻ കുറവാണ്, കൂടാതെ നമ്മളിട്ടതിൻ്റെ 10 മൾട്ടിപ്പിൾ നമുക്ക് ഷെയർസ് മേടിക്കാം. അതായത് നമ്മൾ 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ 100 രൂപയുടെ വെറും 100 ഷെയർ മാത്രം നമുക്ക് മേടിക്കാൻ പറ്റൂ. പക്ഷേങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ 1 lakh രൂപയുടെ ഷെയർസ് മേടിക്കുക. അതായത് 1000 ഷെയർ, അതായത് നമ്മളതിനെ സംബന്ധിച്ചോളം 900 ഷെയർസ് കൂടുതൽ നമുക്ക് മേടിക്കാൻ പറ്റും. അതായത് ഒരു ഷെയറിനുള്ള 1 രൂപ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ശരിക്കും 900 രൂപ, അതായത് ക്യാഷിൽ ട്രേഡ് ആണെങ്കിൽ 100 രൂപ കിട്ടുന്നെടുക്കുക, ഇവിടെ 1000 റുപ്പീസ് ലാഭം കിട്ടും. അതാണ് ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ മറ്റൊരു ലാഭം. പിന്നെ ഇവിടെ കമ്മീഷൻ കുറവാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ റിസ്ക് ഉണ്ട്. മറ്റേതുപോലെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വെക്കുന്നുണ്ട്, പ്രൈസ് കുറയുന്ന സാഹചര്യത്തിൽ നമ്മളിത് അന്ന് തന്നെ വിൽക്കേണ്ടി വരുന്നത് കൊണ്ട് നഷ്ടം സംഭവിക്കാം. സോ നമ്മൾ കൂടുതൽ സെക്യൂർ ആൻഡ് നല്ല ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭകരമായ
ഒരു ചെറിയ മേ ബി ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാകാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് രീതിയാണ് ഇൻട്രാഡേ. ഓക്കെ, ഇനി ഇൻട്രാഡേനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.